റിപ്പോർട്ടർ TV ചാനലിൽ നടന്ന ചർച്ചയിൽ കേരളത്തിലെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം സർക്കാർ ഖജനാവിലേക്കാണ് പോകുന്നതെന്നും ഇത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള സംഘപരിവാർ ശക്തികൾ കുറേ നാളുകളായി കേരളത്തിൽ എല്ലായിടത്തും നടത്തുന്ന പ്രചരണത്തിന്റെ കള്ളത്തരം പൊളിക്കാൻ ധാരാളം തെളിവുകൾ നിയമസഭയിൽ നടത്തിയ സബ്മിഷന്റെ മറുപടിയായി നമ്മുടെ ദേവസ്വം മന്ത്രി CVS ശിവകുമാർ നടത്തിയ പ്രസ്താവനയുടെ വിശദഭാഗങ്ങൾ ഞാൻ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ സമയത്ത് അതിൽ നിന്ന് സുഹൃത്തുക്കളെ, ഒരു 10 വർഷം മുമ്പ് VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം നടത്തിയ ഒരു ബൈറ്റാണത്. അന്ന് KP ശശികല എന്ന് പറയുന്ന, ശശികല ടീച്ചർ എന്നിപ്പോൾ ആളുകൾ വിളിക്കുന്ന ചില ആളുകൾ മാത്രം, നമ്മളൊക്കെ KP ശശികല ടീച്ചർ എന്നത് ഒരു വലിയ മഹത്വമുള്ള ഒരു പദമാണ്. ശരി, KP ശശികല എന്ന് പറയുന്ന അവർക്കെതിരെ അന്ന് VD സതീശൻ എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസ് നേതാവ് കേസ് കൊടുത്തിരുന്നു. ശബരിമലയുടെ പണം മുഴുവൻ ഗവൺമെന്റ് പുട്ടടിക്കുകയാണെന്ന് പറയുന്ന കള്ളത്തരങ്ങൾ നാടാകെ വിളിച്ച് പ്രസംഗിച്ച് നടന്നതിനെതിരെയായിരുന്നു അന്ന് VD സതീശൻ അന്ന് കേസ് കൊടുത്തത്. അതിന്റെ ചുരുക്കാണോ അതിന്റെ പകയാണോന്ന് അറിയില്ല. ഇപ്പോഴും VD സതീശനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ KP ശശികലയ്ക്ക്. അന്ന് ഇതിനൊക്കെ കാരണമായിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. എന്തായാലും അന്നത്തെ VD സതീശന്റെ വാക്കുകൾ, അദ്ദേഹം പറയുന്ന അതേ ആദർശം ഇന്നുമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അധികം പോകാതെ തന്നെ നമ്മുടെ KP ശശികല അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. കേട്ടോക്കാം. പ്രസംഗം തങ്ങളാരും നടത്തിയിട്ടില്ലെന്നും ആരങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം അതിന്റെ ഓഡിയോ ടേപ്പ് ഹാജരാക്കാൻ എന്നെ വെല്ലുവിളിക്കുകയുണ്ടായി ശ്രീമതി ശശികല ടീച്ചർ. ഞാൻ ആ വെല്ലുവിളി ചർച്ചയിൽ തന്നെ ഏറ്റെടുക്കുകയും ഇന്നിപ്പോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിനോടൊപ്പം ശശികല ടീച്ചർ ചാലക്കുടിയിൽ നടത്തിയ വിവാദപരമായ പ്രസംഗത്തിന്റെ ഓഡിയോ ടേപ്പ് ഇവിടെ ഇതോടുകൂടി പോസ്റ്റ് ചെയ്യുകയാണ്. എന്തായാലും അന്നൊരു വിവാദമായ പ്രസംഗമായിരുന്നു KP ശശികല നടത്തിയത്. അതിന് ഭാഗമായിട്ട് ഗംഭീരമായിട്ടുള്ള ചർച്ച നടന്നു. ലൈവില് ഗംഭീരമായിട്ട് ചർച്ച അന്ന് നടക്കുകയുണ്ടായി. ആ ചർച്ച വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു ഗംഭീരമായ ചർച്ച തന്നെയായിരുന്നു അന്ന് നടന്നത്. അത് ഇതാണ്. ഈ ടീച്ചർ പ്രസംഗിക്കുന്നതും ഈ സംഘപരിവാർ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും BJPയുടെ പല നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും അത് കേട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നതും ഒക്കെ കേട്ടാൽ ഇവരൊക്കെ എത്ര വലിയ മാന്യരായിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. ടീച്ചറെ, എനിക്ക് വലിയ സങ്കടമുണ്ട്. ടീച്ചർ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇത് കേട്ടാണല്ലോ പഠിച്ചതെന്നുള്ള സങ്കടം ഇരിക്കുന്നത്. കാരണം ഇവര് എന്റെ നിയോജക മണ്ഡലത്തിൽ പറവൂര് വന്ന് പ്രസംഗിച്ച് എന്താണെന്ന് ഞാൻ പറയാം. ഞാനന്ന് ഹരിത MLA എന്ന് മാധ്യമങ്ങളെല്ലാം പറയുന്ന കാലത്ത് ഇയാളുടെ ഹരിതം എന്ന് പറയുന്നത് പച്ചയാണ്, മുസ്ലിമിന്റെ പച്ചയാണ് എന്ന് പൊതുയോട് പ്രസംഗിച്ചാണ് ഇവരെന്തും. ഇത് പച്ചയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വിഷം ചീറ്റുന്ന വിഷവർത്തമാനങ്ങൾ പറയുന്ന KP ശശികലയെ അന്ന് പച്ചയ്ക്ക് ആ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് കൊല വിളിക്കുന്ന സീനാണ് ഈ കാണാൻ പോകുന്നത് കേട്ടോ. അന്ന് മുതൽ തന്നെ VD സതീശൻ മുസ്ലിം വിഭാഗത്തിന്റെ ആളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീഗിന്റെ ഒപ്പം നിൽക്കുകയാണ്, ലീഗാണ് നമ്മുടെ ഇയാൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്നത് VD സതീശന് എന്നീ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ശശികല അന്നൊക്കെ പറയുമായിരുന്നു. അന്നുള്ള ഒരു ആക്രമണമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടിരിക്കണം. ഇത് കണ്ടിട്ട് അവസാനം ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താഗതി കേട്ടോ. എന്തായാലും പിണറായി വിജയൻ കാലത്ത് ഇതൊന്നും നടന്നിട്ടില്ലല്ലോ. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ശത്രുവായിട്ടുള്ള KP ശശികലയെ ഇവരെന്ത് ചെയ്യും? പൂവിട്ട് പൂജിക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ മറന്നു കളയുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇവരുടെ നാവിൽ നിന്ന് വർഗീയ വിഷമാണ് ചീറ്റുന്നത് എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. അവരെ മുമ്പിലിരുന്നോ അവരുടെ മുഖം കണ്ടുകൊണ്ട് അത് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇവരുടെ എല്ലാ പ്രസംഗങ്ങളും വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ആളുകളുടെ ഇടയിൽ ആ വിഷമമുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, അവരുടെ മനസ്സിൽ ആ വിഷം കുത്തിവെച്ച് മറ്റുള്ള മതവിഭാഗങ്ങളോട് ശത്രുത തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇല്ലാത്ത പൊളിവചനങ്ങൾ പറയുകയാണ്. ഇവരുടെ പ്രസംഗങ്ങൾ വിദേശ കേട്ടുകയാണല്ലോ. ഇവരുടെ പ്രസംഗങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞാണ് ഇവർ പറയുന്നത്. വലിയരിയിലൂടെ ഒരാളുടെ മുണ്ട് പറിച്ചെടുത്ത് നൗഷാദ് രക്ഷിക്കണമെന്ന് കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ നൗഷാദിനുള്ള സഹായ ധനങ്ങളെല്ലാം ഗവൺമെന്റ് ഇറക്കി വെച്ചപ്പോൾ അതുപോലും മതം നോക്കിക്കൊണ്ടായിരുന്നു KP ശശികലൊക്കെ പറഞ്ഞേ. അന്ന് മുതല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവരെ ആക്രമിച്ചിട്ടുണ്ട്. ഇവരെ ഗംഭീരമായിട്ട് ഇവരെ എതിർക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്ന് അർത്ഥം.
അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അദ്ദേഹം ഒരുപക്ഷെ ഇതിനൊക്കെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഇത്തരം വിഷങ്ങളെ മുഴുവൻ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും വി.ഡി. സതീശൻ മുസ്ലിം വിഭാഗത്തിന്റെ ആളാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആളാണ്, ജയിച്ചു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ നേരെ തങ്ങളെ പോയിട്ട് മൂപ്പരെ കാല് പിടിക്കും, അവിടുന്ന് ദുവായിരുന്നിട്ട് മാത്രമാവും ഇങ്ങോട്ട് വന്നിട്ടൊക്കെ അധികാരത്തിൽ കയറുക എന്ന് പറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഇവർ പറഞ്ഞിരുന്നു. സഹിക്കവയ്യാത്ത വർത്തമാനങ്ങളാണ് ഇതൊക്കെ. എന്തായാലും വി.ഡി. സതീശൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെതിരെ എന്ത് നടപടി എടുക്കുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. അതുമാത്രമല്ല, ഇത്ര കാലം നമ്മുടെ കേരളത്തെ മലീമസമാക്കാൻ വേണ്ടി ഇവർ നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ഉണ്ട്. അതിനെതിരെ ഒന്നും ശക്തമായിട്ടുള്ള നടപടികളായിട്ട് ആരും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു ബൈറ്റ് കൂടി നമുക്ക് കേൾക്കണേ. ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികലയ്ക്കെതിരെ പരാതിയുമായി കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ. RSS വിരുദ്ധ നിലപാടുള്ള എഴുത്തുകാരെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് DGPക്കാണ് പരാതി നൽകിയത്. വെള്ളിയാഴ്ച വടക്കൻ പറവൂരിൽ നടന്ന പൊതുയോഗത്തിലാണ് പരാതിക്ക് അടിസ്ഥാനമായ പ്രസംഗം. മതേതരവാദികളായ എഴുത്തുകാർ സൂക്ഷിക്കണമെന്നും അല്ലെങ്കിൽ വെടിയേറ്റ് മരിച്ച ഗൗരി ലങ്കേഷിന്റെ അവസ്ഥയുണ്ടാകുമെന്നും ശശികല പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ കർണാടകയിലെ കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഏകദേശം ഒരു 8-9 വർഷം മുമ്പത്തെ കഥയാണത്. 8 വർഷം മുമ്പത്തെ ഒരു സ്റ്റോറിയാണ്. 8 വർഷം മുമ്പത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഒക്കെ തുടങ്ങുന്ന ആ സമയത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ അന്നു മുതൽ തന്നെ വി.ഡി. സതീശനും കെ.പി. ശശികലുമായിട്ട് ഭയങ്കര കോട്ടാപ്പെട്ടിയുണ്ട്, ഗംഭീര കോട്ടാപ്പെട്ടിയുണ്ട്. ആ കോട്ടാപ്പെട്ടിയുടെ അവസാനമാണ് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും വി.ഡി. സതീശൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി? ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് നമ്മൾ അറിയേണ്ടത്. ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും, ഇതൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ മുമ്പിലേക്ക് ഒരു ഫോട്ടോ വന്നത്. നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരിക്കാം. ഇവിടെ ആ ഒരു ഫോട്ടോയിൽ വി.ഡി. സതീശൻ ഒരാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അതാരെന്നറിയാവോ? ഒരു RSS ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഹരി എസ് കർത്ത. ഹരി എസ് കർത്തയെ പോലെ ഒരാളെയാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. മുഖ്യമന്ത്രി ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ. എന്തായാലും ഞാൻ ചോദിക്കുന്നത്, അത് ഒരുപക്ഷെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട്, അന്ന് മുഖ്യമന്ത്രിയല്ല കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഒരു ചർച്ചയില്ല നമ്മുടെ കേരളത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് ഇദ്ദേഹമല്ല ഏതെങ്കിലും ഒരു CPM-ലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ ഏറ്റവും താഴേക്കുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഏതെങ്കിലും ഇത്തരത്തിലൊരു വലിയ RSS നേതാവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വന്ന് വിചാരിക്കുക. എന്തായിരിക്കും കേരളം? കത്തൂലേ? ചർച്ച ചെയ്ത് കൊല്ലൂലേ? ഭയങ്കര രസമായിരിക്കും കേരളത്തിൽ നടക്കുന്ന ചർച്ചകളെല്ലാം. എന്തായാലും ഇപ്പോൾ അവസാനമാകുമ്പോൾ ഇത്തരം ആളുകളൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കണ കാണുമ്പോഴേ ഇനി എന്തായിരിക്കും ഈ ശശികലക്ക ആളുകളോടൊക്കെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിലപാട് എന്നറിയാൻ ഒരു വലിയ താല്പര്യമുണ്ട്. കാത്തിരുന്ന് കാണാമെന്നല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ബൈ.